മാങ്ങയും മുട്ടയും കിട്ടിയപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ ഇതേപോലെ ചെയ്തപ്പോൾ. അപ്പോൾ ഇത് നമ്മളവിടെ കിട്ടിയ ചേന മാങ്ങാന്ന് കേട്ടോ, പഴുത്ത മാങ്ങാണ് നല്ലോണം. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നാരില്ലാത്ത ഏത് ടൈപ്പ് മാങ്ങ കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 മുട്ടക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് മൈദ വേണം, കുറച്ച് മൈദ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്സ് ഇടണം കേട്ടോ, ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടാം. അപ്പോൾ ഇതാ മാങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ടാക്കിയതിന് ശേഷം ഞാൻ തൊലിഭാഗമൊക്കെ കളയുന്നുണ്ട് കേട്ടോ. തൊലിഭാഗം വേണ്ട, ഇതേപോലെ നമുക്കൊന്ന് പരണ്ടി എടുക്കാം. ചില മാങ്ങക്ക് നല്ലോണം തന്നെ നാരുണ്ടാവില്ലേ, ഇതിന് അങ്ങനെ നാരൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ നാരുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലടിച്ചാൽ കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 മാങ്ങ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 6 മുട്ടക്ക് 2 മാങ്ങ കൊണ്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കുരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്, തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക, 6 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വെറും മാങ്ങ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഏലക്ക ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 6 മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിന്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സില്ലേ, നമ്മളിപ്പം പിന്നെ എന്താ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/4 ഗ്ലാസ് മധുരമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 1.5 ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കുക. കാരണം 6 മുട്ട ഉണ്ടല്ലോ. ഇനി ഇതാ നല്ലോണം ഞാൻ ബീറ്റാക്കി എടുക്കുന്നുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. നമ്മളിപ്പോൾ എന്താ പറയുക, നല്ല സ്പോഞ്ചി കേക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഫ്ലഫി ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നല്ലോണം തന്നെ ബീറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ മൈദയും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1.5 ഗ്ലാസ് മൈദാന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പം പഞ്ചസാര അളന്ന അതേ ഗ്ലാസ് തന്നെയാണ് കേട്ടോ. ആ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മൈദാണ് എടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെയാണ് ഞാൻ ബീറ്റാക്കി എടുത്തത്. നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു കൂട്ടില്ലേ, ഞാൻ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു കൂട്ടി ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ടിന് കേട്ടോ. പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കൊന്നും ചെയ്തില്ല, ചെറുങ്ങനെ ഒന്ന് ആ ഒരു പച്ചച്ചോവ വിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിന്. ഒന്ന് തണിഞ്ഞതിന് ശേഷം ഏതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയ മൈദ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതേപോലെ പതുക്കെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നമ്മളിങ്ങനെ കുത്തി ഇളക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവുകയും ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എന്താ മാംഗോൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ പിന്നെ താഴ്ന്നു പോവുകയല്ലേ, എല്ലാ ഭാഗത്തും ഈ ഒരു മാംഗോൻ്റെ ടേസ്റ്റ് എത്തുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇതേപോലെ കുറേശ്ശെ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുവിധമൊക്കെ ഞാൻ ആക്കിയിട്ടു ഇത് താണു പോയിട്ടില്ല അല്ലേ, കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതാ മുഴുവൻ മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്നില്ല. പാലും കൂടി ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 6 മുട്ട എടുത്തതുകൊണ്ട് തന്നെ ഫുള്ളുണ്ട് കേട്ടോ പാത്രത്തിൻ്റെ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച 2 പാത്രത്തിലാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കുന്നേരം എനിക്ക് ഒരു പാത്രത്തിലേക്ക് മാത്രമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കൂട്ട് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2 പാത്രത്തിലേക്ക് ഒഴിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ 2 പാത്രം വെച്ച് കൊടുത്തത്. അപ്പം ഞാനിത് ഒന്നിലേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൊങ്ങി വരാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് അടിയിൽ ഇതേപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഇത് അതിൻ്റെ മൂടിയല്ലായിരുന്നു. അപ്പോൾ വേറെ മൂടി വെച്ച് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ലിഡൊക്കെ ക്ലോസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്ക്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതേപോലെ തൊടുന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുതേ.